തിരുവനന്തപുരം മടവൂർ മാവിൻമൂട്ടിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്നു മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും കവർന്നു. മടവൂർ ലൈല മൻസിൽ ഷെരീഫ ബീവിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഷെരീഫ ബീവി കുടുംബമായി സിംഗപ്പൂരിലാണ് താമസം. വർഷത്തിൽ 3 മാസം മാത്രമാണ് നാട്ടിലെത്താറുള്ളത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് കുടുംബം അവസാനം നാട്ടിൽ വന്ന് സിംഗപ്പൂരിലേക്ക് തിരിച്ചുപോയി. ഇന്നലെ രാത്രിയിൽ വീടിനകത്ത് വെളിച്ചം കണ്ടതിനെ തുടർന്ന് പരിസരവാസികൾ ബന്ധുക്കളെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് ബന്ധുക്കൾ പള്ളിക്കൽ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ ഇരുമ്പ് ഗ്രില്ലിലെ പൂട്ടും വാതിലും തകർത്തതായി കണ്ടത്. മുറിക്കകത്ത് പരിശോധിച്ചപ്പോഴാണ് അലമാരകൾ കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ ഭാഗികമായി നശിപ്പിച്ച നിലയിലാണ്. മോഷ്ടാവ് ഉപയോഗിച്ചെന്ന് കരുതുന്ന ആയുധങ്ങൾ മോഷണം നടന്ന വീടിന് സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് കണ്ടെത്തി. വീടിനുള്ളിലുണ്ടായിരുന്ന മദ്യം കഴിച്ചാണ് മോഷ്ടാവ് പോയത്. ഡിസംബർ 31-ന് രാത്രി മുതൽ CCTVയുടെ ഇന്റർനെറ്റ് വഴിയുള്ള ആക്സസ് സിംഗപ്പൂരിലെ ഷെരീഫയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. വീടിന് സമീപത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുകളിൽ ഇന്റർനെറ്റ് മോഡം തകർത്ത നിലയിൽ കണ്ടെത്തി. ജനുവരി 1-ന് രാവിലെ 6 മണിക്ക് വീടിന്റെ സമീപത്ത് നിന്ന് അപരിചിതൻ ഓട്ടോയിൽ കയറി ചടയമംഗലത്തേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു. വീടിന് സമീപത്തെ CCTVയിൽ അപരിചിതൻ നടന്നു പോകുന്നതിന്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ സ്ഥാപിച്ച CCTVയുടെ DVR പോലീസ് പരിശോധിച്ചു. 24 തിരുവനന്തപുരം.